പെണ്ണുങ്ങൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അടുക്കളയിൽ കയറിയതാണ്. പെട്ടെന്ന് എന്താ ഉണ്ടാക്കാമെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നമ്മളോട് ഇങ്ങനെ ചിക്കന് കപ്സ റൈസ് ഇതൊക്കെ കൂടെ കൂട്ടി കുക്കറിൽ റെഡി അടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാവുമെന്ന് പറഞ്ഞു. നമ്മൾ അതിനുള്ള പരിപാടിയാണ്, നമുക്ക് എന്താവുന്നുള്ളത് നോക്കട്ടെ. എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച് നമ്മൾ തുടങ്ങാൻ പോവാണ്. കുക്കറിലാണ് പരിപാടി. ഞാൻ അകത്ത് ഫ്രഷാക്കി എന്താവും ഏതാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാൻ പറ്റും. അതൊക്കെ തന്നെ വെറുതെ പഠിക്കുന്നത് നല്ലത്. നല്ലോണം മൂത്തോട്ടെ. പതിനൊരു കമ്മിയുണ്ട്, അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേണ്ട. നമുക്കിന്നെ ക്ഷമ എന്ന് പറഞ്ഞ സംഗതിയില്ല. അവിടെ ഇത്ര മൂത്താക്കാൻ മതി അല്ലേ. എന്താവും നോക്കാം. ചിക്കൻ കൊടുക്കണം. ചിക്കനിൽ പിന്നെ ഓൾറെഡി വെള്ളം തരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഇഷ്ടണ്ട. മസാല നിറയാൻ മുളകും പൊടി ഇതൊക്കെ എന്തേലും കുറച്ച് വെളുത്തുള്ളിയുടെ ഇതൊക്കെ വേറെ കാണും. നമ്മളെ മസാല കുറച്ച് മസാലപ്പൊടി കൂടെ കൊടുത്ത് നോക്കണം ഉണ്ടാവുന്നത്. തക്കാളി പേസ്റ്റും കൂടെ വെച്ചെടുത്ത് തക്കാളിക്കൊന്നും കളർ പോരല്ലേ. എന്തായാലും നോക്കാം. തക്കാളി പേസ്റ്റ് വെച്ച് ഇളക്കി ഭംഗിക്ക് നമുക്കൊരു മാഗി കെട്ടിട്ടുണ്ട് കിടക്കട്ടെ. നമ്മൾ മാഗി ഇട്ടെടുക്കണം. നേരത്തെ വെള്ളത്തിട്ട് കുതിർത്തിട്ടാണോ അതെടുത്ത് ജസ്റ്റ് ഒന്നെല്ലാം മിക്സാക്കിയിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ വെച്ചിട്ട് അടച്ചേക്കാം. അങ്ങനെ കളറൊക്കെ വന്നു. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സാക്കിയിട്ട് കുക്കറിൽ അടച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടച്ച് വെക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഒരു വിസിലടിക്കണം. ഇവിടെ നോക്കാം എന്താവുന്നത്. ലോ ഫ്ലെയിമിലിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കലാവിധികളെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ പെണ്ണുമ്പിള്ള വന്നു കഴിഞ്ഞാൽ ആകാലം പോയിക്കാം. തുറന്ന് നോക്കിയാലോ. അയ്യോ എന്തായിക്കണോ എന്തോ. സംഗതി വെള്ളം കുറച്ച് കൂടിയോ. സംഗതി അടിപൊളിയാക്കണം. നമ്മളൊന്നും ചെയ്യാം, ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സെറ്റാവും. സംഗതി നമ്മൾക്ക് എതിലേറെ ഉഷാറായി. അപ്പോൾ ഒക്കെ സെറ്റ് കഴിഞ്ഞ് കഴിച്ചാൽ മതി. അടിപൊളിയാക്കണം. ഞാൻ ഉണ്ടാക്കേണ്ട പറയല്ല, അടിപൊളി സാധനം. ഓളപ്പെട്ട് കൂട്ടി കഴിഞ്ഞ് വരുന്നതോട് ഒരുമിച്ച് കഴിക്കാൻ തരും.